ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്: വൈബ്രേഷനും ഫ്രീക്വൻസിയും. പലർക്കും ഇത് രണ്ടും ഒന്നാണോ അതോ വേറെയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ വൈബ്രേഷനും ഫ്രീക്വൻസിയും ഇവ രണ്ടും ഒന്നാണോ? ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ വൈബ്രേഷൻ എന്നത് നിങ്ങളുടെ നിലവിലെ മനസ്സിൻ്റെ അവസ്ഥയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഊർജം ഒഴുകുന്നുണ്ട്. ഈ ഊർജം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. അതായത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിലെ എനർജിയുടെ ഒരു തരംഗമായി വൈബ്രേഷനെ കണക്കാക്കാം. നമ്മൾ ഓരോ നിമിഷവും എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഈ തരംഗം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ കൂടും. ദുഃഖിതരായി ഇരിക്കുവാണെങ്കിൽ അത് കുറയും. ഒരു തെർമോമീറ്റർ പോലെ നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ചിന്തകളും അനുസരിച്ച് ഇത് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമുള്ള നമ്മുടെ താൽക്കാലിക പ്രതികരണമാണ് ഈ വൈബ്രേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഓണത്തിൻ്റെ ദിവസം, ഓണം രാവിലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഓണസദ്യ തയ്യാറാക്കുന്നു. അമ്മയുടെ കൈപുണ്യത്തിലുണ്ടാക്കിയ പരിപ്പ് കറി, സാമ്പാർ, അവിയൽ, പായസം. ആ മണം മൂക്കിലടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്ത് മൂഡിലായിരിക്കും? സൂപ്പർ ഹാപ്പി അല്ലേ? നിങ്ങളുടെ ഹൃദയം ചിരിക്കുന്നു, നിങ്ങളുടെ മുഖത്തൊരു വലിയ പുഞ്ചിരിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഒരു ഉയർന്ന അവസ്ഥയിലാണ്. പക്ഷേ അതേ ദിവസം വൈകുന്നേരം ഒരു ചെറിയ പ്രശ്നം വന്നു. ഒരു പക്ഷേ ഓഫീസിൽ ബോസ് നിങ്ങളെ വർക്ക് ഇനിയും തീർന്നില്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് മിസ്സായി, അല്ലെങ്കിൽ മഴ നനഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ മൂഡ് എന്താണ്? വിഷമം അല്ലേ? അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വൈബ്രേഷൻ എന്താണെന്ന്? അതായത്, നിങ്ങളുടെ വൈബ്രേഷൻ എന്നത് ഒരു തിരമാല പോലെയാണ്, മുകളിലേക്കും താഴേക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇത് മാറിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് ഫ്രീക്വൻസി എന്ന് നോക്കാം. ഇത് നമ്മുടെ വൈബ്രേഷനെ പോലെ അല്ല, ഇതൊരു നിക്ഷേപം പോലെയാണ്. നമ്മൾ കാലക്രമേണ സ്വരൂപിക്കുന്ന ഒന്ന്. നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഫ്രീക്വൻസി. ഒരു ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ നമ്മൾ നേടുന്ന അറിവും തിരിച്ചറിവും നമ്മുടെ ഫ്രീക്വൻസിയിൽ സ്ഥിരമായിരിക്കും. ദിവസേനയുള്ള ചെറിയ കാര്യങ്ങളിൽ ഇത് പെട്ടെന്ന് മാറില്ല. ദീർഘകാലത്തേക്ക് നമ്മൾ ആരാണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണിത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫ്രീക്വൻസി എന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് കാണണം. നിങ്ങളുടെ വൈബ്രേഷൻ ദിവസേന മാറി മറിയുമ്പോൾ ഫ്രീക്വൻസി എന്നത് നിങ്ങളുടെ ദീർഘകാല ആത്മീയ വളർച്ചയെ കാണിക്കുന്നു. ഇത് നിങ്ങളുടെ അവബോധതലം അനുസരിച്ചാണ്. ഈ അവബോധതലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾക്ക് സ്വയം എത്രത്തോളം മനസ്സിലാകുന്നു, ഈ ലോകത്തെ എത്രത്തോളം മനസ്സിലാക്കുന്നു, അതാണ് ഈ അവബോധതലം എന്ന് പറയുന്നത്. ഞാൻ ഈ ഫ്രീക്വൻസിക്ക് ഒരു ഉദാഹരണം പറയാമേ. ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നതായിട്ട് സങ്കല്പിക്കുക. അതായത്, ഒരു പക്ഷേ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ബന്ധം തകർന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് വിഷമത്തിലായിരിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നിരിക്കും. എൻ്റെ ജീവിതം ഇനി എന്താകും എന്ന് നിങ്ങളുടെ ഹൃദയം കരയും അല്ലേ? പക്ഷേ ഈ പ്രശ്നത്തിനിടയിൽ നിങ്ങളുടെ ആത്മാവ് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്, എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടോ? അപ്പോൾ
അതാണ് ആ സമയത്താണ് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരുന്നത്. അതായത് ഫ്രീക്വൻസി എന്നത് നിങ്ങളുടെ ആത്മീയ ജ്ഞാനത്തിൻ്റെ ശേഖരമാണ്. അത് നിങ്ങളെ മാനസികമായും ആത്മീയമായും സംരക്ഷിക്കുന്നു. അതായത് ഏത് പ്രശ്നത്തിൽ പെട്ടാലും ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ വരുന്ന ആ ഒരു ചിന്ത, ആ ഒരു സംരക്ഷണം, അതാണ് ഫ്രീക്വൻസി. അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി ഒരു ഊർജ കവചം പോലെയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നാലും നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർന്നിരിക്കുകയാണെങ്കിൽ ഈ കവചം നിങ്ങളെ എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനിൽ, അതായത് നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് വൈബ്രേഷൻ എന്നും എന്താണ് ഫ്രീക്വൻസി എന്നും? ഇത് എപ്പോഴാണ് ഏറ്റവും ഉപയോഗപ്രദമാകുന്നതെന്നറിയാവോ? നിങ്ങളുടെ ഉറക്കത്തിലും നിങ്ങളുടെ തിരക്കുള്ള ദിവസങ്ങളിലും നിങ്ങൾക്കെൻ്റെ ഊർജം സംരക്ഷിക്കണം എന്ന് ചിന്തിക്കാൻ സമയമില്ലാത്തപ്പോഴും നിങ്ങളുടെ ഫ്രീക്വൻസി പിന്നിൽ നിന്ന് നിങ്ങളെ രക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൈബ്രേഷൻ എന്നത് നമ്മുടെ താൽക്കാലിക മാനസികാവസ്ഥയാണെങ്കിൽ ഫ്രീക്വൻസി എന്നത് നമ്മുടെ ആഴത്തിലുള്ള ബോധത്തിൻ്റെ അളവാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ വൈബ്രേഷനെ പെട്ടെന്ന് സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ നേടിയ അറിവിനെയും അവബോധത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ഈ വൈബ്രേഷനും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ശത്രുതയൊന്നുമില്ല. രണ്ടും അതിൻ്റെതായ രീതിയിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ രണ്ടിനെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു രക്ഷാ കവചം പോലെ നമ്മെ സംരക്ഷിക്കാൻ തുടങ്ങും. ഇനി വൈബ്രേഷൻ എന്നത് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഒരു ഭൗതിക പ്രകടനമാണ്. പക്ഷേ അത് നമ്മുടെ ഊർജ മണ്ഡലത്തിലെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നില്ല. ജീവിതത്തിലെ ഉയർച്ച താഴ്ചയ്ക്കനുസരിച്ച് വൈബ്രേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ അങ്ങനെ മാറാൻ വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിൽ നിന്നും വിവരങ്ങൾ നേടുകയാണ് വൈബ്രേഷന്റെ ലക്ഷ്യം. എന്നാൽ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ നേടുന്ന അറിവ് നമ്മുടെ ബോധത്തിൽ സ്ഥിരമായി പതിയുമ്പോൾ അത് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഭാഗമായി മാറുന്നു. അപ്പോൾ പലരും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരുതരം മാനസിക സംരക്ഷണമല്ലേ? താഴ്ന്ന വൈബ്രേഷനിലായിരിക്കുമ്പോഴോ ഭയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ആവശ്യമുള്ള അവസ്ഥയിലോ ഒക്കെ നമുക്കൊരു സുരക്ഷിതത്വം വേണമെന്ന് തോന്നും. അത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ്. നമ്മൾ എപ്പോഴും ബോധവാന്മാരാണ് എന്നതാണ് പ്രധാനം. നമ്മൾ നേടുന്ന അറിവും അവബോധവും നമ്മുടെ ഫ്രീക്വൻസിയിൽ നിക്ഷേപിക്കുമ്പോൾ അതൊരു സ്വയം പ്രവർത്തിക്കുന്ന രക്ഷാകവചമായിട്ട് മാറും. നമ്മൾ അതിനെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കുകയോ അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി നമ്മെ സംരക്ഷിക്കും. നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിനെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ. കാരണം നമ്മൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് നമ്മുടെ ഫ്രീക്വൻസി. നമ്മുടെ ഫ്രീക്വൻസി നമ്മെ കാര്യങ്ങൾ നേടാൻ സഹായിക്കും. പക്ഷെ അത് ഈ നിമിഷത്തിൽ നിന്നുള്ള കാര്യങ്ങൾക്കായിട്ട് ആവണമെന്നില്ല. ഫ്രീക്വൻസി നമ്മുടെ ലക്ഷ്യവുമായും ദീർഘകാല കാഴ്ചപ്പാടുമായും നമ്മുടെ ആത്മീയ വളർച്ചയുമായും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ എന്തുകൊണ്ട് ആകർഷിച്ചു എന്നുപോലും അറിയാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. കാരണം നമ്മുടെ ഫ്രീക്വൻസിക്ക് ഉയർന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ ആത്മാവിൽ നിന്നും ഉയർന്ന ബോധത്തിൽ നിന്നുമാണ് വരുന്നത്. എന്നാൽ വൈബ്രേഷൻ നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും അടിസ്ഥാനമാക്കിയിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് നല്ല ചിന്തകളും നല്ല വികാരങ്ങളും നമ്മെക്കുറിച്ച് നല്ലത് തോന്നാനും ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം നേടാൻ കഴിയും എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകാനും സഹായിക്കും. ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷനുകളെ വേഗത്തിലും ശക്തമായും ആകർഷിക്കാൻ സഹായിക്കും. എന്നാൽ നമ്മുടെ വൈബ്രേഷൻ ഇപ്പോൾ ശരിയായ രീതിയിലല്ലെന്നും നമുക്ക് നമ്മെക്കുറിച്ച് നല്ലത് തോന്നുന്നില്ലെന്നും കരുതി നമ്മുടെ മാനിഫെസ്റ്റേഷനുകളിൽ നിന്ന് നമ്മൾ അകന്നുപോയി എന്ന് കരുതുന്നത് തെറ്റാണ്.
നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ചിലർ അവരുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിൽ മാത്രം ശ്രദ്ധിക്കുകയും സ്വയം അറിവോ ലോകത്തെക്കുറിച്ചുള്ള അറിവോ നേടുന്നതിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ഈ നിമിഷത്തിൽ കാര്യങ്ങൾ ആകർഷിക്കാനുള്ള അവരുടെ കഴിവിനെ കുറയ്ക്കുക മാത്രമല്ല, അവരുടെ ഫ്രീക്വൻസി വർദ്ധിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ ഫ്രീക്വൻസിക്ക് അവരെ സംരക്ഷിക്കാനോ അവരുടെ ലക്ഷ്യബോധത്തിലും ആത്മീയ വളർച്ചയിലും വലിയ കാര്യങ്ങൾ പ്രകടമാക്കാനോ കഴിയില്ല. അതുകൊണ്ട് വൈബ്രേഷൻ എന്നത് നമുക്ക് എങ്ങനെ തോന്നുന്നു, ഈ നിമിഷത്തിൽ നമുക്ക് അവസരങ്ങളും മാനിഫെസ്റ്റേഷനുകളും എങ്ങനെ ലഭിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം നമ്മെക്കുറിച്ചുള്ള അറിവും ലോകത്തെക്കുറിച്ചുള്ള അവബോധവും നേടുന്നതിനും ഇത് പ്രധാനമാണ്. ഇവിടെ നമുക്ക് വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ വൈബ്രേഷനിൽ നിങ്ങൾക്ക് മോശമായി തോന്നുകയും എന്നാൽ നിങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുകയും നിങ്ങൾ ശക്തമായ ഒരു ഫ്രീക്വൻസി കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നിങ്ങളുടെ വൈബ്രേഷൻ മാത്രം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതേസമയം നമ്മുടെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും നമ്മുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഫ്രീക്വൻസിയിലൂടെ നമ്മെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എന്നാൽ ഓരോരുത്തരുടെയും ആത്മീയ യാത്രയുടെ ഘട്ടമനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരാം. ഇനി വൈബ്രേഷൻ ശരിയായി ഉയർത്താൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനൊരുപാട് ലളിതമായ വഴികളുണ്ട്. അതിൽ ഒന്നാമത്തേത് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നല്ല കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കാണാം, അല്ലെങ്കിൽ കടൽ തീരത്തൊരു നടക്കാൻ പോകാം, ആ തിരമാലകളുടെ ശബ്ദമൊക്കെ കേട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാം. ഇനി രണ്ടാമത്തത് നിങ്ങളുടെ വികാരങ്ങളെ, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ അംഗീകരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമത്തിലാകും. എനിക്കിപ്പോൾ ഒന്നും ശരിയല്ല എന്ന് തോന്നും. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ വിഷമിക്കുന്നു, പക്ഷെ ഇതൊരു ഘട്ടം മാത്രമാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ വികാരങ്ങളെ മറച്ചു വെക്കരുത്. അവയെ മനസ്സിലാക്കുക, അവയോട് സംസാരിക്കുക. ഇനി മൂന്നാമത്തത് പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കും എന്ന് ഉറപ്പിച്ച് പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുക. ഇതിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, അതിന് ഞാൻ നന്ദിയുള്ളവളാണ് എന്നെഴുതുക. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങളെ നിങ്ങൾ അവഗണിക്കരുത്. എനിക്കൊരു പ്രശ്നവുമില്ല, എല്ലാം പോസിറ്റീവ് ആയിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിർബന്ധിക്കാനേ പാടില്ല. അത് നിങ്ങളുടെ വൈബ്രേഷൻ കൂടുതൽ താഴ്ത്തും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഫ്രീക്വൻസി ഉയർത്താൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഫ്രീക്വൻസി എന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിന് നിങ്ങളുടെ അവബോധം, അതായത് അവയർനെസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം സ്വയം മനസ്സിലാക്കുക എന്നതാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എൻ്റെ ഉള്ളിലെ ഭയം എന്താണ് എന്ന് സ്വയം ചോദിക്കുക. പിന്നെ അടുത്തതായിട്ട് ഒരു ഡയറി എഴുതുക. ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത് എന്ന് എഴുതി നോക്കുക. മൂന്നാമത്തെ കാര്യം ധ്യാനം പരിശീലിക്കുക. ഒരു 5 തൊട്ട് 10 മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് നിങ്ങളെ സ്വയം മനസ്സിലാക്കാനുള്ള 3 കാര്യങ്ങൾ. ഇനി അടുത്തത് ലോകത്തെ മനസ്സിലാക്കുക. ഞാൻ എന്തിനാണ് ഈ ലോകത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുക. അടുത്തത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കാറ്റിൻ്റെ ശബ്ദം കേൾക്കുക. അതാണ് ലോകത്തെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് പഠനം തുടരൂ. അതായത് ആത്മീയ പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും, നിങ്ങളുടെ ഓരോ മതസംസ്കാരത്തിനനുസരിച്ചുള്ള ബുക്കുകൾ വായിക്കാം, അല്ലെങ്കിൽ മലയാളത്തിലെ ആത്മീയ കഥകൾ വായിക്കാം. എന്ത് വേണമെങ്കിലും വായിക്കാം.
അതേപോലെ തന്നെ യോഗ പരിശീലിക്കുക. ഒരു യോഗ ക്ലാസ്സിൽ ചേർന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേ തലത്തിലേക്ക് എത്തിക്കുക. പിന്നെ അടുത്ത 4ാമത്തെ കാര്യമാണ് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കൂ. അതെങ്ങനെയാ? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ വൈബ്രേഷനെ താഴ്ത്തിയേക്കാം, പക്ഷേ അവ നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഉയർത്താനുള്ള അവസരങ്ങളാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് വിഷമത്തിലായിരിക്കും. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരുമയെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഒരു ലെവൽ കൂടി ഉയർന്നു. ഇനി നമുക്ക് വൈബ്രേഷനും ഫ്രീക്വൻസിയും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് വൈബ്രേഷനും ഫ്രീക്വൻസിയും ഒരു മത്സരത്തിന് വേണ്ടിയുള്ളതല്ല. ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. വൈബ്രേഷൻ നിങ്ങളുടെ ദൈനംദിന സന്തോഷത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയാണ്. ഫ്രീക്വൻസി നിങ്ങളുടെ ആത്മാവിൻ്റെ ദീർഘകാല വളർച്ചയ്ക്കും നിങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊരു ഘട്ടം വരും കേട്ടോ. അത് മിക്കപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഒരു ആത്മീയ പ്രതിസന്ധിയാണ്. നിങ്ങളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും, ഭയം തോന്നും, നിങ്ങളുടെ വൈബ്രേഷൻ വളരെ താഴ്ന്നിരിക്കും. എൻ്റെ ജീവിതം എന്താണ് എന്ന് തോന്നും. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരുകയാണ്. കാരണം എന്താ? ഈ പ്രതിസന്ധി നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ ജ്ഞാനമുള്ളതാക്കുന്നു. ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ നേടുന്നതാണ്. അതാരും നിങ്ങളിൽ നിന്ന് എടുക്കുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ വൈബ്രേഷനെ ബാധിക്കുമെങ്കിലും അത് നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഒരു തരത്തിലും ബാധിക്കില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസിയെ ശക്തിപ്പെടുത്തുകയോ അതിനെ പോഷിപ്പിക്കാതിരിക്കുകയോ ചെയ്യും. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ അറിവും അവബോധവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? അതോ സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾക്കിത് ആവർത്തനമായിട്ട് തോന്നരുത്. വൈബ്രേഷനും ഫ്രീക്വൻസിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2 വശങ്ങളാണ്. വൈബ്രേഷൻ നിങ്ങളുടെ ദൈനംദിന സന്തോഷത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയാണ്. ഫ്രീക്വൻസി നിങ്ങളുടെ ആത്മാവിൻ്റെ ദീർഘകാല വളർച്ചയ്ക്കും നിങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നാലും നിങ്ങളുടെ ആത്മാവിൻ്റെ ജ്ഞാനം, അതായത് ഫ്രീക്വൻസി, നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ജീവിതം ഒരു യാത്രയാണ്. ഒരു ദിവസം നിങ്ങളുടെ വൈബ്രേഷൻ ഒരു കോട്ടയിലെ രാജകുമാരനെ പോലെ ഉയർന്നിരിക്കും. മറ്റൊരു ദിവസം അത് മഴയുള്ള ദിവസത്തെ പോലെ താഴ്ന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ ഫ്രീക്വൻസി അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം പോലെ നിങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ ശരിയായി ഉയർത്തൂ. നിങ്ങളുടെ ഫ്രീക്വൻസി ശക്തമാക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു നല്ല സിനിമയെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന സന്തോഷം നിറഞ്ഞൊരു കഥയായിട്ട് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷനും ഫ്രീക്വൻസിയും ഉയർത്താൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്